നമ്മുടെ സ്വത്തുക്കൾ, നമ്മുടെ വെൽത്ത് ഇതൊക്കെ 3 ജനറേഷൻ വരെ ഫ്ലോ ചെയ്യുന്നതാണ് പുതിയ സ്റ്റഡീസ് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ അംബാനി ഫാമിലിയിലെ ആദ്യത്തെ ജനറേഷൻ എന്ന് പറയുന്നത് വെൽത്ത് ക്രിയേറ്റർ എന്ന് പറയാം. ആളുടെ ഹാർഡ്ഷിപ്പ്, ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് വളർന്നു വന്നതുകൊണ്ട് പൈസയുടെ ഒരു വിലയുണ്ട്. അത് ഉണ്ടാക്കാനുള്ളൊരു ഫയറും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫയറും പാഷനും എല്ലാം കൂടെ ആയപ്പോൾ അദ്ദേഹം ഒരു വെൽത്ത് ക്രിയേറ്ററായി. വെൽത്ത് ക്രിയേറ്റർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്നും പൈസയുടെ ഒരു റെസ്പെക്റ്റും വിലയുണ്ടാവും. പിന്നെ നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് വെൽത്ത് മാനേജേഴ്സാണ്. ഇപ്പോൾ അത് കഴിഞ്ഞ് അനിൽ അംബാനി, മുകേഷ് അംബാനി, അവരൊക്കെ ഈ ധീരുഭായ് അംബാനിയുടെ ബുദ്ധിമുട്ട് കണ്ടു വളർന്ന ആൾക്കാരാണ്. അവർക്ക് പൈസയുടെ വില അപ്പോഴും അവർക്ക് അറിയാം. അപ്പോൾ ആ പൈസ അവർക്ക് മാനേജ് ചെയ്യാനും വീണ്ടും പൈസ ഗ്രോ ചെയ്യിക്കാനുള്ള ഒരു ഐഡിയ അവർക്കുണ്ടാകും. കാരണം അവർക്ക് അതിൻ്റെ വാല്യൂ അപ്പോഴും അറിയാം. അപ്പോൾ രണ്ടാമത്തെ ജനറേഷൻ വരെ ഓക്കെയാണ്. മൂന്നാമത്തെ ജനറേഷനാണ് ഡേഞ്ചറസ്. അതാണ് വെൽത്ത് ഡിസ്ട്രോയേഴ്സ്. അവരെന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് അപ്പൻ ബുദ്ധിമുട്ടിയ കാര്യങ്ങളൊന്നും അവർക്കറിയില്ല. അവർ ജനിച്ചപ്പോൾ പോലെ അവരുടെ ഫാദറിൻ്റെ കയ്യിൽ പൈസയുണ്ട്. അപ്പോൾ അത് കണ്ട് വളർന്നു വരുമ്പോൾ അവർക്ക് പൈസയുടെ ഒരു വില ഉണ്ടാകാൻ സാധ്യതയില്ല. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച അംബാനിയുടെ കേസിലാണെങ്കിൽ മക്കളുടെ കയ്യിൽ 50 മില്യൺ $100 മില്യൺ വാച്ചും അങ്ങനെ അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് അവർ ഫോളോ ചെയ്യുന്നത്. ചിലപ്പോൾ മേക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഡിസ്ട്രോയ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞുള്ള ജനറേഷൻ എന്തായാലും പോരാവാനാണ് സാധ്യത. ഇതാണ് പുതിയ സ്റ്റഡീസ് പറയുന്നത്. നമ്മൾ ക്യാഷ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ വെൽത്ത് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് നമ്മളുടെ ഫാമിലീന് അതിൻ്റെ വില മനസ്സിലാക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഏത് ജനറേഷൻ ആയാലും അത് ഡിസ്ട്രോയ് തന്നെ ആപ്പെടും. അത് മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ, ഇപ്പം പാരൻസ് തന്നെ വിചാരിക്കണം, കുട്ടികളെ ആ പൈസയുടെ വാല്യൂ അറിഞ്ഞ് തന്നെ വളർത്തിയാൽ മാത്രമേ ഈ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ.